വാഗ്ദത്തം ചെയ്ത ദൈവം അത് അതുപോലെ തന്നെ നിവർത്തിക്കും. ഒരു മാറ്റവുമില്ല. പക്ഷേ അസാധ്യതകൾ കണ്ട് മനുഷ്യരുടെ വാക്ക് കേട്ട് നീ നിരുത്സാഹപ്പെടാൻ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ കർത്താവിന്റെ വാഗ്ദത്തത്തെ സംശയിക്കുന്നെന്നാണ്. നോ, God is able. There is nothing impossible for our God. നിയമങ്ങളെ മാറ്റണമെങ്കിൽ രാജ്യത്തിന് നിയമങ്ങളെ നിനക്ക് വേണ്ടി ദൈവം മാറ്റും. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ദൈവം പറയുക നിന്നെ ഒരു രാജ്യത്ത് അയക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയക്കും. ഹല്ലേലൂയ. നിയമങ്ങളെ മാറ്റണോ? നിയമങ്ങളെ മാറ്റും. ആർക്ക് വേണ്ടിയാ? നിനക്ക് വേണ്ടി മാത്രം. ഹല്ലേലൂയ. കാരണം ആരാ? ഞാൻ ദൈവത്തിന്റെ പൈതലാ. അതാണ് നമുക്കുള്ള പ്രിവിലേജ്. ഐ ആം എ ചൈൽഡ് ഓഫ് ഗാഡ്. ദാറ്റ് ഇസ് ദ പ്രിവിലേജ്. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് ദൂത് ഏറ്റെടുത്തിട്ട് പറയാം, ഞാൻ കർത്താവിന്റെ പൈതലാ, അതുകൊണ്ട് ഞാൻ ഹല്ലേലൂയ എന്റെ അപ്പനിൽ വിശ്വസിക്കുന്നു, എന്റെ അപ്പന്റെ വാഗ്ദത്തത്തെ വിശ്വസിക്കുന്നു. ഒരു വെളിപ്പാട് കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ വാഗ്ദത്തം പ്രാപിച്ച ഉടനെ നടക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളോട് ദൈവം വാഗ്ദത്തം പറയാം, നിങ്ങളുടെ തലമുറയിൽ ഇന്നത് നടക്കുമെന്ന്, നിങ്ങളുടെ ശുശ്രൂഷയിൽ ഇങ്ങനെ നടക്കുമെന്ന്, നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ നടക്കുമെന്ന് ദൈവം വാഗ്ദത്തം പറഞ്ഞ ഉടനെ, നിങ്ങൾ ഇത് പ്രാപിച്ച ഉടനെ വേറൊരാൾ നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ വരും. അതാരാന്നറിയോ? പിശാച്. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? ശരിക്കും അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? മനസ്സിലായോ? ഇതാർക്ക് ആദ്യം എക്സ്പീരിയൻസ് വന്നെന്നറിയോ? യേശു ക്രിസ്തുവിന് സ്നാനമേറ്റ ഉടനെ, യേശു സ്നാനമേറ്റ ഉടനെ കേട്ടൊരു ദൈവശബ്ദമുണ്ട്. എന്തായിരുന്നു കേട്ടത്? ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എല്ലാവരും കേട്ടതല്ലേ ഇത്? ഇവൻ എന്റെ പ്രിയപുത്രൻ തന്നെയല്ലേ പറഞ്ഞത്? യേശുവെ അങ്ങ് കേട്ടതല്ലേ? യേശു പറയും യെസ്, ഞാൻ കേട്ടതാ. എന്തോ പറഞ്ഞത്? ഞാൻ ദൈവത്തിന്റെ പ്രിയപുത്രനാണ്. യെസ്. ഇത് കഴിഞ്ഞ ഉടനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. അവിടെ ഒരാള് ഉപവാസം കഴിഞ്ഞപ്പോ എതിരേറ്റ് വന്നിട്ട് പറയാം, നീ ദൈവപുത്രനാണെങ്കിൽ, കേട്ടോ, മനസ്സിലാകുന്നുണ്ടോ? എന്തിനാണ് അങ്ങനെ വന്ന് പറയുന്നത്? നമുക്കും ഒരു ഡൗട്ട് വരാം. ശരിയാണല്ലോ, ഞാൻ പൈതലായതുകൊണ്ട് ഈ കഷ്ടത എന്റെ ജീവിതത്തിൽ വരാമോ? ഞാൻ ഇത്രയും ദൈവത്തെ സേവിച്ചിട്ട് ഇങ്ങനെ ഒരു കഷ്ടത എനിക്ക് വരുമോ? ഞാൻ ദൈവ പൈതലാണോ ശരിക്കും? അയ്യോ, എന്നോട് പറഞ്ഞ വാഗ്ദത്തം ശരിയാണോ? ഇങ്ങനെയൊക്കെയുള്ള ചിന്ത നിങ്ങൾക്ക് വരാം. ഈ വാഗ്ദത്തം ശരിയായിരിക്കുമോ? അയ്യോ, നടക്കാത്തൊരു കാര്യം എന്നോട് പറഞ്ഞത്. ഒരിക്കൽ പോലും അങ്ങനെ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ദൈവമക്കളെ എല്ലാ വാഗ്ദത്തം കേൾക്കുമ്പോഴും ഞാൻ ആദ്യം ചോദിക്കുന്നത്, കർത്താവ് എന്നോടാണോ ഇത് പറയുന്നത്? ഈ എന്നോടോ? ഹല്ലേലൂയ, എന്നോടാണോ? കാരണം നടക്കാത്ത കാര്യം കർത്താവ് പറയുന്നത്. എന്റെ ഭാവി വെച്ച് നോക്കി നടക്കത്തില്ല. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന കാര്യം എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചതാ. നടക്കൂന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എന്നോടോ? ഞാനോ? എന്നെയാണോ കർത്താവ്? നോ, നടക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ കർത്താവ് വാഗ്ദത്തം പറഞ്ഞത് നിവർത്തിച്ചു. ഇത് ഞാൻ പറയുന്നത്, കർത്താവ് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇന്നതാകുമെന്ന്. കർത്താവ് നിങ്ങളോട് പറഞ്ഞു ഇന്നത് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. അപ്പോൾ തന്നെ പിശാച് ചില മനുഷ്യരിൽ കൂടെ നമ്മൾക്ക് ഡൗട്ട് ഇട്ട് തരും. അവർക്ക് നടക്കും, പക്ഷെ നിനക്ക് നടക്കത്തില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയും, ചിലരുണ്ട് എക്സാം എഴുതാൻ, അവർ എക്സാം എഴുതാൻ പോകുമ്പോഴായിരിക്കും ഒന്നെങ്കിൽ ആ എക്സാമിന്റെ സ്റ്റൈല് മാറ്റും, എക്സാം ഹാർഡാക്കും, കാര്യങ്ങളൊക്കെ കോംപ്ലിക്കേഷൻ. ഞാൻ പറയുന്നത് അത് ഉറപ്പായിട്ടും ദൈവപ്രവൃത്തിക്ക് വേണ്ടിയതാണ് ഞാൻ പറയുന്നത്. എന്റെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നു. ഞാൻ എന്ത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലോ ഒന്നെങ്കിൽ ആ നിയമങ്ങൾ മാറും, എനിക്ക് വേണ്ടി എക്സാം പാടാക്കും. അപ്പോഴേ കർത്താവ് പറയും, നിനക്ക് എന്തിനാ എക്സാം പാടാക്കിയെന്നറിയോ? അതിനകത്ത് ഈ പാടുള്ള എക്സാം എന്റെ പൈതൽ എഴുതേണ്ടത്. മനസ്സിലായി? എന്നാലേ എനിക്ക് മഹത്വം കിട്ടത്തുള്ളൂ. ആർക്ക്? ദൈവത്തിന്. ഹല്ലേലൂയ. ഞാൻ ഇത് പറയുന്നത് ദൈവമക്കളെ ശ്രദ്ധിച്ച് കേൾക്കണേ, പറയുന്നത് ശ്രദ്ധിക്കണേ. വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ നടക്കാൻ പോകുന്ന നെക്സ്റ്റ് ഡൗട്ട് കൊണ്ടേ ഇടും. മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം കേട്ട് അതിനെ റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞത് കേട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കാം. ചിലർ നമ്മളെ ആശ്വസിപ്പിക്കാൻ വന്നിട്ട് പറയും, എന്നാലും ഇങ്ങനെ സംഭവിച്ചല്ലോ, എന്നാലും ഇങ്ങനല്ലല്ലോ, എന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ വന്നല്ലോ. അപ്പൊ പറയണം, കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. എന്നിട്ട് പോസിറ്റീവായത് പറഞ്ഞോണം. ഞാനിത് പറയുന്നത് ഇന്ന് എനിക്ക് വചനം ഉണ്ടായിരുന്നാൽ ഇത് ദൈവാത്മാ പറഞ്ഞ ഗൈഡൻസ് ഞാൻ അങ്ങ് പോയി. ദൈവാത്മാവ് എന്ന് ചിലരെ നോക്കി പറയുക. നിങ്ങൾക്കൊക്കെ എഹെസ്കേലിന്റെ കാര്യം അറിയാം അല്ലേ? എഹെസ്കേൽ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് പ്രവചിക്കാം. ഇന്ന് ഈ സമയം, എന്റെ ഡെലിവറി കഴിഞ്ഞുള്ള സമയം തൊട്ട് ഞാൻ ദൈവാത്മാവിൽ ഏത് മീറ്റിംഗിൽ കയറിയാലും ഇതേ വചനം ഞാൻ പറയുന്നത്. ദൈവാത്മാവ് വേറൊരു വചനം കർത്താവിനോട് പറഞ്ഞു, ഇത് അനേകർ അറിയാനുള്ള സത്യമാക്സ, നീ അത് ഷെയർ ചെയ്യണം. അവിടെ ഏത് മീറ്റിംഗിലും ഞാൻ ഈ വചനം പറയുന്നുണ്ടെന്ന് ഞാൻ പറയുക. നിങ്ങളുടെ തലമുറയെ നോക്കി ഒന്ന് പ്രവചിക്കാമോ? എന്തോ പ്രവചിക്കേണ്ടെന്നറിയാമോ? എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. എവിടെയാ പ്രവചിക്കണ്ടേ? നല്ല പഠിക്കാൻ മിടുക്കരായ കുഞ്ഞുങ്ങളെ നോക്കി പ്രവചിക്കാൻ എളുപ്പ ഇല്ലേ? അല്ലേ? ഡോക്ടർ അസാധ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തെ നോക്കി പ്രവചിക്കാൻ പാടാ ഇല്ലേ?
ഓ ഇത് കുഴപ്പമില്ല, ഇത് ട്രീറ്റ് ചെയ്താൽ മാറ്റാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് പ്രവചിക്കാൻ എളുപ്പമാണ്. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല. നമുക്ക് ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ ഇന്ന് കാണുന്നത് ഡോക്ടർമാർ ഒരു കാര്യം പറയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. പക്ഷെ സൃഷ്ടിച്ച ദൈവം പറഞ്ഞ വിശ്വാസമില്ല. ദൈവം പറയും ഞാൻ നിന്നെ സൗഖ്യം. ഈ വചനം നിങ്ങൾ കണ്ടായിരുന്നോ? ഈ 19-ാം വാക്യം നമ്മൾ ഇന്ന് വായിച്ചതിന്റെ അവസാനം പറയുന്ന കേട്ടോ, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനം എന്നും ഞാൻ അവരെ സൗഖ്യമാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആരെയാ? പോസിറ്റീവായിട്ട് പറയുന്നവരെ. ഡോക്ടർ നെഗറ്റീവ് റിപ്പോർട്ട് തരുമ്പോൾ, ഡോക്ടർ നെഗറ്റീവായിട്ട് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചിന്ത വരാം, ഓ എന്റെ ജീവിതം തീർന്നു, എല്ലാം തീർന്നു, ഇങ്ങനെയാണോ വരാൻ പോകുന്നത്. ഒരു റിസൾട്ട് വരുമ്പോൾ തോന്നാം. എന്നാൽ പരിശുദ്ധാത്മാ പറയുക, ആ റിസൾട്ട് കയ്യിലെടുത്തിട്ട് അതിനെ നോക്കി ഒന്ന് പ്രവചിക്കണം. അതാണ് ഹല്ലേലൂയ ദൈവാത്മാവ് യെഹെസ്കേലിനോട് പറഞ്ഞത്. ഉണങ്ങിയ അസ്ഥിയാ, പക്ഷെ നീ അങ്ങ് പ്രവചിക്ക്. യെസ്, പരിശുദ്ധാത്മ ചിലരോട് പറയുക, നിന്റെ അവസ്ഥകൾ ഇന്ന് ഉണങ്ങിയതാ, വർഷങ്ങളായി ചിലതിന്റെ മേൽ പ്രവർത്തിക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല, ഇന്നും ദൈവസന്നിധിയിൽ നീ കരയുക. പക്ഷെ പരിശുദ്ധാത്മ പറയും, ഇന്ന് തൊട്ട പാറ്റേൺ മാറ്റിയിട്ട് ആ അസ്ഥികളെ നോക്കി ഇന്ന് പരിശുദ്ധാത്മ പറഞ്ഞു പ്രവചിക്ക്. തലമുറയെ നോക്കി പ്രവചിക്ക്. എന്റെ തലമുറയുടെ നന്മ ഞാൻ കാണും. ഹല്ലേലൂയ. എന്റെ ശരീരം ബലപ്പെടും. ഹല്ലേലൂയ. എന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തും. ദൈവം എന്നോട് പറഞ്ഞ ജോലിയിൽ ഞാൻ പ്രവേശിക്കും. ദൈവം പറഞ്ഞ വിവാഹം എന്റെ ജീവിതത്തിൽ നടക്കും. എന്റെ സഭയിൽ ആത്മാക്കൾ വരും. എന്റെ ശുശ്രൂഷയിൽ അനുഗ്രഹങ്ങൾ വെളിപ്പെടും. ഇതിങ്ങനെ ഒന്നല്ല, നിങ്ങൾ ആ വിടുതൽ കാണുവോളം പ്രവചിക്കുമ്പോൾ പരിശുദ്ധാത്മാ പറയാ, ഞാൻ ആദരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. നമ്മൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ സൃഷ്ടിക്കാൻ പോകണ്ട, പ്രവചിക്കാൻ. നമുക്ക് വല്ല കാശ് മുടക്കുള്ള കാര്യമാണോ? രണ്ട് കാര്യത്തിന് കാശ് മുടക്കില്ല. പറയുന്നതിനും കാശ് മുടക്കില്ല, സ്വപ്നം കാണുന്നതിനും കാശ് മുടക്കില്ല. ഹല്ലേലൂയ. അതുകൊണ്ടായിരിക്കും ഏറ്റവും ഇഷ്ടം വിശ്വാസത്തെ കുറിച്ചുള്ള വാക്ക്. വിശ്വാസം അതാ. എന്തുവാ? എന്തെങ്കിലും കാശ് മുടക്കുണ്ടോ? ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുറിക്കകത്തോട്ട് കയറി നിങ്ങൾ ആ ചേരലോട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ വിഷയത്തെ പോസിറ്റീവായി കണ്ട് പോസിറ്റീവായിട്ട് ഇങ്ങനെ പറയുന്നു, സ്വപ്നം കാണുന്നു, അത് അങ്ങനെ നടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ എന്തെങ്കിലും കാശ് മുടക്കുണ്ടോ? ഒന്നുമില്ല. ആകെ നഷ്ടമുള്ളത് കുറച്ച് സമയം പോകുന്നേ ഉള്ളൂ. പക്ഷെ ആ സമയം പോയെന്ന് പറയാൻ പറ്റത്തില്ല, അത് യൂസ്ഫുൾ ആവും. എന്തുകൊണ്ടെന്നറിയോ? അത് വാ തുറന്ന് പിന്നെ അങ്ങോട്ട് പറയാൻ തുടങ്ങും. നെഗറ്റീവായതെല്ലാം ഇങ്ങനെ വരുമ്പോൾ പോസിറ്റീവായത് അങ്ങോട്ട് കൊടുക്കണം. ഈ പോസിറ്റീവ് അങ്ങോട്ട് ചെന്നാൽ നെഗറ്റീവിനെ തകർക്കാൻ പറ്റും. അതുകൊണ്ട് ദൈവവചനം ജീവനുള്ളതാന്ന് പറയുന്നത്. ദൈവവചനം ജീവനുള്ളതാ. അത് ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറുക. ജീവനുള്ള വചനം അങ്ങോട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവായത് ഇങ്ങോട്ട് വരുന്നതിനെ തകർത്ത് അത് അതിന്റെ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് ചിലരോട് പരിശുദ്ധാത്മാ പറയുക, നിന്റെ മുമ്പിലുള്ള നെഗറ്റീവ്സിനെ ദൈവവചനമാകുന്ന വാളെടുത്ത് വെട്ടി ആ വാഗ്ദത്തത്തെ പിടിച്ചെടുക്കണം. മനസ്സിലായോ? എത്ര പേര് ഇന്ന് രാത്രിയിൽ അത് ഏറ്റെടുക്കുന്ന ദൂത്? അപ്പാ ഞാൻ ഇന്ന് തൊട്ട് പ്രവചിക്കാൻ പോവാ, എന്റെ തലമുറയെ നോക്കി പ്രവചിക്കാൻ പോവാ. ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജീവിതത്തിൽ അത് അതിന്റെ വിടുതൽ ഞാൻ കാണുന്നത് കൊണ്ടാ പറഞ്ഞത്. അല്ലെങ്കിൽ ഉദരത്തെ കൈവച്ച് എന്ന് ഞാൻ പ്രവചിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഈ തലമുറ പുറത്തു വരും, ആരോഗ്യമുള്ള കുഞ്ഞായി പുറത്തു വരും. അല്ലെങ്കിൽ ഡൗട്ടുകൾ വന്നിട്ടില്ലെന്ന് ഞാൻ പറയത്തില്ല. സംശയങ്ങൾ പിശാച് കൊണ്ട് ഇടുമ്പോഴും ഇത് പ്രവചിക്കാൻ തുടങ്ങി. പ്രവചിച്ചത് കൊണ്ട് ഒരു ദോഷം വന്നില്ല. ഞാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവചിച്ചത്, അല്ലെങ്കിൽ വാക്കുകൊണ്ട് പറഞ്ഞത് അതുപോലെ സൃഷ്ടിക്കപ്പെട്ട് എന്റെ കയ്യിൽ ആ വാഗ്ദത്തത്തെ എനിക്ക് ലഭിച്ചു. അത് കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് കൃപ നൽകി. അങ്ങനെയെങ്കിൽ എന്നോട് ദൈവം വാഗ്ദത്തം പറഞ്ഞ ദൈവം എന്റെ ജീവിതത്തിൽ നിവർത്തിച്ചെങ്കിൽ ഇന്ന് ചിലരെ നോക്കി പറയുക, നിന്റെ സാമ്പത്തിക നന്മകളെ നോക്കി പ്രവചിക്കണം. എന്തുവാ പ്രവചിക്കേണ്ടത്? എന്റെ ഈ വിഷയം ഇതിനകത്ത് കുടുക്കിയിട്ടേക്ക്. ചിലരെ കടത്തിനകത്ത് കുടുക്കിയിട്ടേക്ക. ഒരു കടത്തിനകത്തുനിന്ന് മറ്റൊരു കടം, ആ കടത്തിനകത്തുനിന്ന് മറ്റൊരു കടം. പകരം ചെയ്യേണ്ടത് എന്താ? ആ പ്രശ്നത്തെ നോക്കി പ്രവചിച്ചിട്ട് പറയണം, നോ, യേശുവിന്റെ നാമത്തിൽ എന്റെ കടങ്ങൾ മാറട്ടെ. അത് ഒന്നല്ല രണ്ടല്ല. until you get a deliverance, you are going to prophesy over your situations. തലമുറകളെ നോക്കി പ്രവചിക്കണം. എന്റെ തലമുറയുടെ നന്മ ഞാൻ കാണും. അല്ലെങ്കിൽ എന്റെ തലമുറയ്ക്ക് ജോലി ലഭിക്കും. എന്റെ തലമുറ കർത്താവിന്റെ നാമത്തിനു വേണ്ടി നിൽക്കും. എന്റെ തലമുറയിൽ ഞാനൊരു ദൈവ പ്രവൃത്തി കാണും. ഇത് പറയുമ്പോൾ പിശാച് ചിലപ്പോൾ നെഗറ്റീവായി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോഴും തളർന്നു പോകരുത്. ഹല്ലേലൂയ. ഇന്ന് 1 മിനിറ്റ് ലാസ്റ്റ് ഞാൻ അതിന്റെ ചെയ്യുക. ഒറ്റ കാര്യം, നമ്മളെല്ലാവരും കരങ്ങൾ ഉയർത്തി നെഞ്ചിലേക്ക് കൈവച്ചിട്ട് ഈ വചനം ഒന്ന് പറയാൻ പോകും. നിങ്ങളെല്ലാം നിങ്ങളുടെ വിഷയങ്ങൾ, എനിക്കറിയില്ല നിങ്ങളുടെ വിഷയം എന്താ, നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളൊന്ന് പ്രവചിക്കാം 1 മിനിറ്റ് എടുത്ത്. ഇന്ന് നമ്മൾ ഒരുമിച്ച് അത് ചെയ്യുക. ഹല്ലേലൂയ. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. അങ്ങനെയെങ്കിൽ കർത്താവേ, എന്റെ ഈ വിഷയത്തിൽ ഞാൻ പ്രവചിക്കുന്നു, ഞാനത് പറയുക, പോസിറ്റീവായത് ഞാൻ പറയുക. കർത്താവ്, ഇന്ന വിഷയത്തിൽ അങ്ങയുടെ സൃഷ്ടിപ്പ് ഇന്ന് നടക്കണം.
ഇന്ന വിഷയത്തിൽ, ചലിക്കാത്ത വിഷയത്തിൽ, ഉണങ്ങിയ അസ്ഥിയുടെ വിഷയത്തിൽ, അതിന്റെ മേൽ മാംസം വന്നതുപോലെ, അതിന്റെ മേൽ ഞരമ്പുകൾ വന്നതുപോലെ, അതിന്റെ മേൽ രക്തം വന്നതുപോലെ, അതിന്റെ മേൽ ജീവൻ വന്നതുപോലെ, അതൊരു സൈന്യമായി മാറിയതുപോലെ ഓരോ സ്റ്റെപ്പും നിങ്ങളൊന്ന് പ്രവചിക്കാമോ? ഹല്ലേലൂയ. എന്റെ ശുശ്രൂഷയിൽ ഞാൻ മാറ്റത്തെ കാണാൻ പോവാ. ഹല്ലേലൂയ. എന്റെ തലമുറയിൽ ഞാൻ മാറ്റത്തെ കാണാൻ പോവാ. എന്റെ തലമുറ അഭിഷേകത്താൽ നിറയും. എന്റെ തലമുറ ഹല്ലേലൂയ പ്രസംഗിക്കും. എന്റെ തലമുറ രാജ്യങ്ങളിലേക്ക് പോകും. എന്റെ തലമുറയുടെ ഭാവി ഞാൻ കാണുമെന്ന് ഓരോ കാര്യത്തിൽ നിങ്ങൾ ഇത് പോസിറ്റീവായി ഇത് പറയണം. നെഗറ്റീവ് വരുമ്പോഴും നെഗറ്റീവ് കേൾക്കുമ്പോഴും യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിച്ച് മുന്നേറണമെന്ന് പരിശുദ്ധാത്മാവിന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ദൈവം പറയുന്നത് അത് എന്തായിരുന്നാലും, ഉപവസിക്കാനാണെങ്കിൽ പറഞ്ഞ ഉപവസിച്ചോണം, പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥിക്കണം, മണിക്കൂറുകൾ വേർതിരിക്കാൻ പറഞ്ഞ വേർതിരിച്ചോണം. കർത്താവ് പറയുക, ഈ വർഷം 2025 തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അത് സൃഷ്ടിക്കപ്പെടും. നിങ്ങൾ അത് കാണും. നിങ്ങളുടെ കരങ്ങളിൽ അത് നിങ്ങൾ ഹല്ലേലൂയ നേടും. നിങ്ങൾ അതിനെക്കുറിച്ച് ടെസ്റ്റിഫൈ ചെയ്യും. ഇന്ന് ഞാൻ വന്ന് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ സാക്ഷ്യം അനേകർക്ക് അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ പോസിറ്റീവായി പറയുന്ന ആൾക്കാരായി, പ്രവചിക്കുന്ന ആൾക്കാരായി, നെഗറ്റീവ് ചിന്തിക്കാതെ. ഇന്ന് നമ്മൾ പാടിയ പോലെ ഹല്ലേലൂയ, അതെനിക്ക് ആ പാട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, അനവധി കഷ്ടവും പ്രയാസവും വന്നു. അതൊരു പ്രവചനമാ. വീണേക്കാം, അല്ല വീഴത്തില്ലെന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. ആ പാട്ട് എനിക്ക് ഒത്തിരി എന്നെ ചിന്തിപ്പിച്ചു. ഈ വചനം എന്നോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായത് കൺഫർമേഷനാ. ഹല്ലേലൂയ. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, കഷ്ടത അനവധി വന്നിടിലും. ഹല്ലേലൂയ.